ശശി തരൂർ സാറിൻ്റെ ഹംപി ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഹംപിയിലേക്കുള്ള ഒരു യാത്ര. നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൈതൃകം എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ ശ്രമിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ അസ്വസ്ഥതപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാൾ ഏറെ ആയിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ പലപ്പോഴും മുടങ്ങിയ യാത്രയ്ക്ക് അവസരം ഒരുങ്ങിയത് ഈ പുതുവർഷത്തിലാണ്. സൗദിയിലെ നീണ്ടകാലത്തെ പ്രവാസം അവസാനിപ്പിച്ചുവെന്ന് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ബൈജുവിൻ്റെ കൂടെ ഒരു ശനിയാഴ്ച ബാംഗ്ലൂരിലെ മജസ്റ്റിക്കിൽ നിന്നും ഹോസ്പേറ്റ് എന്ന സ്ഥലത്തേക്കുള്ള യാത്ര. നാട്ടിൽ വന്ന ശേഷം ട്രെയിൻ യാത്രയെ സ്നേഹിച്ചു തുടങ്ങിയ ഞാൻ ഹംപിയിലേക്കുള്ള യാത്രയും അങ്ങനെയാവാമെന്ന് കരുതി. ട്രെയിൻ യാത്രയ്ക്ക് ഏകദേശം 12 മണിക്കൂർ, ബസ്സാണെങ്കിൽ 5 മണിക്കൂർ. പിന്നെ ഒന്നും നോക്കിയില്ല, ബസ് തന്നെ ശരണം. രാത്രി 11 മണിക്ക് ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ നിന്നും ആരംഭിച്ച ബസ് യാത്ര 12:30 ഒരു ബ്രേക്ക് എടുത്ത ശേഷം 6 മണിയോടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. ബൈജുവിൻ്റെ സഹോദരൻ ഞങ്ങളെയും കാത്ത് ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. നേരെ അവരുടെ ലാവണത്തിലേക്ക്. അവിടെയും ബാംഗ്ലൂർ കാലാവസ്ഥ തന്നെ. പ്രാഥമിക കർമ്മങ്ങളും ചുടുവെള്ളത്തിലുള്ള ഒരു കുളിയും കഴിഞ്ഞപ്പോഴേക്കും നല്ല ചൂട് ചായയും ആവി പറക്കുന്ന റവ ഇഡ്ഡലിയും വാവണ്ണൻ്റെ കുക്കും സാരഥിയുമൊക്കെ ആയ തമിഴ്നാട്ടുകാരൻ സൂര്യൻ്റെ സ്പെഷ്യൽ കപ്പലണ്ടി ചമ്മന്തിയും സാമ്പാറും റെഡി. നീണ്ട കാലത്തെ പ്രവാസത്തിനിടയിൽ അറബിയും ഹിന്ദിയും മാറി മാറി സംസാരിച്ചുകൊണ്ടിരുന്ന ബൈജു അതെല്ലാം മറന്ന പോലെ തമിഴിലൊരു കാച്ചും കാച്ചി. സൂര്യ റൊമ്പ പ്രമാദം, വാവണ്ണൻ്റെ ശിക്ഷണമല്ലേ, മോശം വരില്ല എന്നൊരു ആത്മകഥവും കൂടെ. ഹംപിയിൽ ഒരുപാട് നടക്കാനുള്ളതിനാൽ വൈകാതെ തന്നെ അവിടെ നിന്നും യാത്ര തുടങ്ങി. ഏതാണ്ട് 8 മണിയായപ്പോൾ അവിടെ എത്തി. നേരത്തെ എത്തിയതിനാൽ തിരക്ക് കുറവായിരുന്നു. വളരെ പഴക്കമുള്ള നിർമ്മിതികൾ, വിദേശാധിപത്യത്തിൽ തകർന്ന പല നിർമ്മിതികളും അതേപടി തന്നെ ഉണ്ട്. ഇത്തരം നിർമ്മിതികളെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെന്ന ആശ്ചര്യത്തിലായിരുന്നു ഞങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പലതും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയൊന്ന് സംരക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. വിദേശികളുടെ കുത്തൊഴുക്ക് തന്നെ അവിടെയും. നമ്മളിപ്പോഴും അക്കരപ്പച്ച എന്ന സിദ്ധാന്തത്തിൽ മുറുകെ പിടിക്കുന്നതായി തോന്നി. നമ്മൾ വിദേശങ്ങളിൽ ട്രിപ്പ് പോകുന്നു, നമ്മുടെ പൈതൃകം അവഗണിക്കുകയാണെന്ന് തോന്നും. തിരിച്ചു പോരുമ്പോൾ ഉച്ചയൂണിനായി നോൺ വെജ് ഹോട്ടൽ തിരഞ്ഞു കാണാതെ ആന്ധ്ര സ്റ്റൈലുള്ള ഒരു ചെറിയ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അവിടെ നിന്നും വെജിറ്റബിൾ താലി ഓർഡർ ചെയ്തു. എന്താ സ്വാദ്! നോൺ വെജ് എന്തിനാ കഴിക്കുന്നു എന്ന് തോന്നിപ്പോയി. ഇനി ബൈജുവിൻ്റെ അനുജൻ്റെ ബെല്ലാരി ബോർഡറിലുള്ള കോറിയും മൈനും കാണണം. അങ്ങനെ ബെല്ലാരി ബോർഡറിലേക്കുള്ള യാത്ര തുടർന്നു.